എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. ഇനി എന്തു പറയണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ്, ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. എബ്രായ ലേഖനകർത്താവായ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹ താൻ 11-ാം അധ്യായം എഴുതി വരുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു നല്ല ഏറിയ അടുക്കി പിടിച്ച് പുതിയ നിയമത്തിൽ ഒരധ്യായം ആഡ് ചെയ്തിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ പഴയ നിയമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ചാപ്റ്റർ. അതിൻ്റെ ഒത്തിരി ദൈവദാസന്മാരെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് ആരാണ് എന്നുള്ളത് ടൈറ്റിലിൽ വ്യക്തമല്ലെങ്കിലും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ധാരാളം ആലോചനകൾ, ആശയങ്ങൾ ഉണ്ടെങ്കിലും അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് എന്നുള്ള അവസാനത്തെ ഉത്തരം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവി എന്ന് എബ്രായ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് അല്ലാതെ വേറെ ആരാണ് തിമോത്തിയെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതാൻ കരുത്തുള്ളവൻ എന്നൊരു ഉത്തരം കൂടി അതിന് ബാക്കി കിടപ്പുണ്ട്. അങ്ങനെ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം തുറക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചില ന്യായാധിപന്മാരുടെ പേരിൽ അപ്പോസ്തലൻ അവിടെ ആഡ് ചെയ്യുകയാണ്. അതിൽ ആരൊക്കെയായിരുന്നു വായിച്ചത്? അതിൻ്റെ അകത്ത് ബാരാക്കുണ്ട്, അതിൻ്റെ അകത്ത് ഗിദെയോനുണ്ട്, അതിൻ്റെ അകത്ത് സാംസണുണ്ട്, ശിംശോനുണ്ട്, ഇല്ല പിന്നെ ദാവീദുണ്ട്, പിന്നെ പ്രവാചകനാകുന്ന ശമൂവേലുണ്ട്. അങ്ങനെ ന്യായാധിപന്മാരിൽ ചിലരെ കുറിച്ച് താൻ എഴുതി വരികയാണ്. നമ്മൾ ജോഷുവയുടെ പുസ്തകം വരെയാണ് കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിൽ ഞായറാഴ്ച ഫിനിഷ് ചെയ്തത്. കോൾ ആൻഡ് റോൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കോൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് ഒരു റോളുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളത് വെളിപ്പെടാൻ പോകുകയാണ്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ പൗലോസ് ഇത്രയും പേരുടെ പേരുകൾ, അത്രയും ന്യായാധിപന്മാരല്ല ഉള്ളത്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട പൗലോസിന്റെ വെളിപ്പാടിൽ എടുത്തു പറയുവാൻ പറ്റിയ ചില വേലക്കാരെ കുറിച്ച്, ചില ന്യായാധിപന്മാരെ കുറിച്ച് പൗലോസ് എഴുതിയതിന് ശേഷമാണ് ഇവരെ കുറിച്ചൊന്നും വിവരിപ്പാൻ സമയം പോരാ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിർബന്ധം പറഞ്ഞു ഇച്ചിരി സമയം കണ്ടെത്തി അവരെ കുറിച്ച് എഴുതിയേക്കാൻ പറഞ്ഞു. 33-ാം വാക്യം മുതൽ പോരാ എന്ന് പറഞ്ഞ കക്ഷിയെ കൊണ്ട് ഏതായാലും പേര് മെൻഷൻ ചെയ്തിട്ട് എഴുതിക്കാൻ പറഞ്ഞു. എന്നിട്ട് എഴുതി വായിച്ചേ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. നമ്മളൊന്ന് വാ തുറന്ന് ഏറ്റു പറയാൻ പോവുകയാണ്. അവർ വാക്യം, അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി. ഇത് പറയാതെ പോകരുത്. വാദം പറയാം, രാജ്യങ്ങളെ അടക്കി. ആരെല്ലാം ഇത് ഏറ്റു പറയുന്നു അവർക്ക് ഇതിൻ്റെ അകത്തൊരു കോളുണ്ട്. കോളുണ്ടെങ്കിൽ ഒരു റോളുണ്ട്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ലോക്കലായിരിക്കാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലോക്കലല്ല, ഗ്ലോബലാണ്. പരിശുദ്ധാത്മാവ് ഗ്ലോബലാണ്. രാജ്യങ്ങളെ അടക്കി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഓരോ ഭക്തന്മാരെയും നിങ്ങളുടെ മനസ്സിൽ മിന്നായം പോലെ നിങ്ങൾക്ക് കിട്ടുവാനിടയാകും. 7 ജാതികൾ അടക്കി ഭരിച്ച വാഗ്ദത്ത കനാനെ അടക്കി ഭരിച്ചവനാണ് ജോഷുവ. ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ ദൂത് കൈമാറുകയാ. നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എതിർത്താണ് ഇപ്പോൾ അനുഭവങ്ങൾ വരുന്നതെങ്കിൽ, ഈ വചനം വാതുറന്ന് പറഞ്ഞു നിന്റെ തലമുറ രാജ്യങ്ങളെ കൈവശമാക്കുന്ന ഒരു സമയം വരും. രാജ്യങ്ങളുടെ ബൗണ്ടറി നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും. കാറ്റെത്ര എതിർത്ത് വീശിയാലും, ഒഴുക്കെത്ര എതിരെ ഒഴുകിയാലും, നീ അതിന് എതിരെ ഒഴുകുന്ന സമയമാണ് മുമ്പിലുള്ളതെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ആത്മാവിന്റെ നിയമത്തോടെ ഞാൻ കമാൻഡ് ചെയ്യുന്നു. ഇന്ത്യയിൽ എത്ര നിയമം ശക്തമായി നമ്മുടെ
തച്ചാച്ചന്മാർ കെട്ടിപ്പോക്കിയാലും എത്ര ആന്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്ന നമ്മുടെ വേലക്കാരെ ജയിലിലിട്ട് തല്ലി ചതച്ചാലും ഈ ശക്തി ഒഴുകി ഒഴുകി പോകുന്നതല്ല, ഒഴുകിന് എതിരെ ഒഴുകുന്നതാണ്. നിങ്ങൾ എത്ര വിസ്തരിച്ച് ക്രൂശിച്ച് കൊന്നടക്കിയാലും മൂന്നാം ദിവസം എന്നൊരു നാളുണ്ടെങ്കിൽ എന്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇന്ന് രാവിലെ ഞാൻ കൽപ്പിക്കുന്നു, അവൻ നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നതിനാൽ നീ ഉയർക്കാൻ പോകരാ. ഇരുട്ടിന്റെ വൻമലകൾ തകരാൻ പോകയാ, ഇരുട്ടിന്റെ വൻമതിലുകൾ വില്ലൽ വീഴാൻ പോകയാ, പിശാച് കോട്ട കെട്ടിയത് മുഴുവൻ തകരാൻ പോകയാ, നീ പുരാതന ശൂന്യങ്ങളെ പണിയാൻ പോകയാ. എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുപോലെ, എത്ര ചെയ്തിട്ടും അവൻ മനസ്സിലാക്കാത്തതുപോലെ ജീവിതത്തിൽ എന്നും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഇങ്ങനെ ഓടി ഓടി ഒരറ്റം എത്താത്ത രീതിയിൽ അവൻ തീരമണയത്തില്ല എന്നുള്ള ചിന്തകളുടെ കോട്ട ഇന്ന് രാവിലെ ആത്മാവ് ഇടിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പുതിയ വർഷം ദൈവം നിനക്ക് തരുന്നത് ഇതിന്റെ തനി ആവർത്തനമായിട്ടല്ല, ചിലതിന്റെ മീതെ മാറുവാൻ കർത്താവ് നിന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആലോചന പോലെ പലരും ആലോചന ഒരുക്കി കൂട്ടി നിന്റെ കഴുത്തിന് കുരുക്കിടാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിങ്ങളോട് പറയുന്നു, ആ ആലോചനയെ അബദ്ധമാക്കിയ സർവശക്തനാകുന്ന ദൈവം ഉന്നതന് മീതെ ഒരു ഉന്നതൻ, അവന് മീതെ അത്യുന്നതൻ. പോലെ നിന്റെ അടുക്കിലേക്ക് വരുന്നവരെ നിന്റെ അടുക്കിലേക്ക് വിടാതെ വഴിയിൽ വെച്ച് സ്നേഹഭാവേന ശ്രാഗ്യത്തോടുകൂടെ ആലിംഗനം ചെയ്ത വഴി മാറ്റി അവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി നിന്നെ ഒരു ബിഗ് ഹീറോയാക്കുവാൻ അവൻ മനുഷ്യരും പിശാചും കൈകോർത്ത് കച്ചകെട്ടി ഇറങ്ങിയെങ്കിൽ ഇന്ന് രാവിലെ ചെറുപ്പിടാതെ തല മൂടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറിയ ദാവീദിനെ പോലെ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാവീദ് പുത്രൻ നിന്നോട് പറയുകയില്ല, ഇല്ല, ഞാൻ അനുവദിക്കുകയില്ല, നിന്റെ നന്മ നീ അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അടുത്ത വാക്ക് നീതി അനുഭവിച്ചു എന്നല്ല, നടത്തിയെടുത്തു. നീതി നടത്തി. വിശാചി കേൾക്കട്ടെ, ഒരിക്കൽ കൂടി ദൈവം നിനക്കൊരു അതോറിറ്റി തന്നിട്ടുണ്ട്, ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്, ദൈവം നിനക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. വീഴാനല്ല, വാഴ. വീഴാനല്ല, വാഴുന്ന അഭിഷേകം ദൈവം നിനക്ക് തന്നെ. ആദാമിനെ ഹവ്വയെ തോട്ടത്തിലാക്കിയത് വാഴാനായിരുന്നു. സകല ഭൂജന ജന്തുക്കളെയും വാഴ. അങ്ങനെ ചേർന്ന് വാഴ. എന്നോട് ചേർന്ന് കൺഫസ് ചെയ്യണം, വചനം കൺഫസ് ചെയ്യണം. കൈ ഉയർത്തി പറ, പാമ്പുകളെയും ഏടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്ന് ഒരിക്കലും എനിക്ക് ദോഷം. എന്നോട് ചേർന്ന് എന്റെ വശത്ത് 1000 പേർ, എന്റെ വലതുവശത്ത് 10,000 പേർ. അവർ വീഴോ, ഞാൻ വാഴോ. അവർ വീഴോ,
വേദനിച്ചത് മതി, ഭാരം ചുമന്നത് മതി, രോഗം താങ്ങിയത് മതി, പിശാചിന്റെ പരീക്ഷണശാലയായത് മതി, കണ്ണുനീരിൽ കൈകഴുകിയത് മതി, ഒറ്റപ്പെട്ടത് മതി, ചതിക്കപ്പെട്ടത് മതി, വേദനിച്ചത് മതി. നീതി നടത്താൻ പോവുകയാ. സഹോദരന്മാർ, വായി തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മതിയാവും. വായ വെച്ച് മിണ്ടാതിരിക്കരുത്. നീതി നടത്താൻ പോവുകയാ. നീതി നടത്താൻ പോവുകയാ. നീതി നടത്തണം. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിച്ച് ജീവിതം തീർക്കരുത്. നീതി നടത്തണം. നീതി നടത്തണം. വിശ്വാസത്താൽ അവർ നീതി നടത്തി. ചേർന്ന് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധമോ എനിക്ക് ഭരിക്കുകയില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധമോ എനിക്ക് ഭരിക്കയില്ല. ന്യായവിസ്താരത്തിൽ എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കുക. യഹോവയുടെ ദാസനായ എന്റെ അവകാശം, എന്റെ പക്കൽ ഉള്ള എന്റെ ദൈവത്തിന്റെ നീതി ഇത് തന്നെ. വാക്യമാണ് ഇപ്പോൾ കൺഫ്യൂസ് ചെയ്തത്. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധമോ എനിക്ക് ഫലിക്കയില്ല. എനിക്ക് ഫലിക്കയില്ല. ഒരാൾ പോലും വാ തുറക്കാതെ നിൽക്കരുത്. സകലരും വായി തുറന്ന് ഇന്ന് രാവിലെ ഡിക്ലെയർ ചെയ്യണം. പറ, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം എനിക്ക് ഫലിക്കയില്ല. എനിക്ക് ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും കുറ്റം വിധിക്കുക. എന്റെ ദൈവത്തിന്റെ മകനായ എന്റെ അവകാശം, എന്റെ നീതി ഇത് തന്നെ. ഇതുവരെ നീതി കിട്ടാതെ വേദനിച്ച കേസ് എന്റെ കർത്താവ് നീതിയായി വെളിപ്പെടുത്താൻ പോവുക. നീതിക്ക് വേണ്ടി അലഞ്ഞവരിവിടെയുണ്ടോ? നീതിക്ക് വേണ്ടി ദാഹിച്ചവരിവിടെയുണ്ടോ? ഒരു തെറ്റും ചെയ്യാനിട്ട് നീതി കിട്ടാതെ അലഞ്ഞവരിവിടെയുണ്ടോ? ഇന്ന് രാവിലെ ആത്മാവിനെ വചനം നോക്കി ഞാൻ പ്രവചിക്കുകയാ. നീതി നടത്താൻ പോവുകയാ. നീതി നടത്താൻ പോവുകയാ. നിന്റെ ബന്ധക്കാരുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ നീതി കിട്ടാതെ വേദനിച്ച് പല കുടുംബത്തിന് നടുകളോട് ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യാൻ പോവുകയാ. ഈ മാസം നീതി നടത്താൻ പോവുകയാ. ഈ നിൽപ്പിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ജയിലുകൾക്കകത്ത് ഒരു തെറ്റും ചെയ്യാതെ സുവിശേഷം പറഞ്ഞ ദൈവദാസന്മാർ ആയിരക്കണക്കിന് പേർ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെയുള്ള എഫ്ഐആർ അവർ ചെയ്ത കുറ്റങ്ങളല്ല. അവ ഇൻഡോറിൽ വെച്ച് എന്റെ പേരിൽ എഴുതിയ എഫ്ഐആർ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാര്യം അത് എന്താന്ന് പോലും അറിയത്തില്ല. ഇല്ലാത്ത തെറ്റുണ്ടാക്കി നമ്മുടെ അച്ചാച്ചന്മാർ എഫ്ഐആർ എഴുതി നമ്മുടെ ദൈവദാസന്മാരെ ജയിലിന്റെ അകത്തിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ വിശ്വാസത്താൽ നീതി നടത്തി എന്നുള്ള ദൈവവചന പ്രകാരം ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഒന്ന് ആത്മാവിൽ പറ. എന്റെ അവകാശം, എന്റെ ദൈവത്തിന്റെ നീതി ഇത് തന്നെയാണ്. ഞാൻ ന്യായം വിധിക്കും. ആരുടെയും കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കണ്ട. അവരങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയായി, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ ഭർത്തൃ വീട്ടുകാരി, ഭാര്യ വീട്ടുകാർ, ഇങ്ങനെയൊന്നും പറഞ്ഞ് സമയം കളയണ്ട. നീതി നടത്താൻ പോവാ. നീതി നടത്താൻ പോവാ. പറ്റുമെങ്കിൽ ആവേശത്തോടെ ഹല്ലേലൂയ പറ. ഉയർത്തി പറ, നീതി നടത്തി. അടുത്ത വാക്യം
വാഗ്ദത്തം പ്രാപിച്ചു. അത് വാക്യം വിശ്വാസത്താലാണ് വാഗ്ദത്തം പ്രാപിച്ചു. സമയം പോരാ അതിനെ കുറിച്ച് പറയാം. വാഗ്ദത്തം പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? ഒരിക്കൽ കൂടി ഓൾഡ് ടെസ്റ്റമെന്റിലെ ഭക്തന്മാരൊക്കെ പ്രവൃത്തി പദത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് വിശ്വാസത്താൽ. ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ മേൽ ആ വിശ്വാസം വർക്കൗട്ട് ആയാൽ നിങ്ങൾ കേട്ട വാഗ്ദത്തം നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾ ഒത്തിരി പ്രോഫസി കേട്ടവരാണ്. നിങ്ങളോട് പറഞ്ഞത് ദൈവമാകയാണ്. ഒന്നും നിവർത്തി വരാതെ പോകയില്ല. ഒന്നും നിവർത്തി വരാതെ പോകത്തില്ല. ഒന്നും നിവർത്തി വരാതെ പോകത്തില്ല. ഒരു വാഗ്ദത്തമെങ്കിലും നിറവേറിയവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞത്. ഒരെണ്ണം നിറവേറിയെങ്കിൽ ബാക്കിയെല്ലാം നിറവേറും. പാമ്പാടി സഭയ്ക്ക് ദൈവം തന്ന വാഗ്ദത്തം നിവർത്തി വരാൻ പോകും. എൻട്രൻസ് നിൽക്കുക, തുറന്ന് കയറാൻ പോകും. നിങ്ങളുടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തി വരാൻ പോകും. കണ്ണു തുറന്ന് നോക്കിയാൽ അനുഭവങ്ങളെല്ലാം ഒന്ന് മറിച്ച് നോക്കിയാൽ ഒന്നും നിറവേറാൻ സാധ്യതയില്ല. പക്ഷേ പറഞ്ഞത് ദൈവമാണ്. നടന്നിരിക്കും. നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കും. ഉറപ്പിക്കുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വാഗ്ദത്തം നിവർത്തി നടക്കാൻ പോവാ. കർത്താവ് ചെയ്യാൻ പോവാണ്. എന്റെ തലമുറയിൽ മാനിക്കും എന്ന് പറഞ്ഞാൽ മാനിക്കും. എന്റെ കുടുംബത്തെ മിനിസ്ട്രിയിൽ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും. നിന്നെ ലോകം അറിയപ്പെടുന്ന ഒരാളാക്കുമെന്ന് ദൂരമുള്ള അത് സംഭവിച്ചിരിക്കും. ഒരു യോഗ്യതയും പറയാനില്ല. പക്ഷെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് വെളിപ്പെടുന്നത് വാഗ്ദത്തം. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തൻ. പാടുകയല്ലേ, വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല. ഉറപ്പിക്കുക. നീ സൗഖ്യമാകും. നീ സൗഖ്യമാകും. നീ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യും. വിദേശ നന്മ നീ അനുഭവിക്കും. നിന്റെ കടഭാരം മാറും. നീ ആസ്തിയുള്ളവനായി മാറും. യേശു നിന്നെ ദാരിദ്ര്യത്തിൽ മുക്കുകയില്ല. സമ്പത്ത് നിന്റെ അവകാശമാണ്. നിന്റെ കാല് കുത്താത്ത സ്ഥലത്ത് നിന്റെ തലമുറയുടെ കാല് കുത്തും. നീ നിന്നെ ചുമക്കേണ്ട ആളല്ല, മാന്യത ചുമക്കേണ്ട ആളാണ്. അവർ വാഗ്ദത്തം പഠിക്കേ. വാഗ്ദത്തം ചെയ്തവൻ ആർക്ക് മാറുമോ? ഇല്ല, ഇല്ല, അതൊരിക്കലും ഇല്ല. നിങ്ങളുടെ വാഗ്ദത്തം നിവൃത്തിയാകരുതെന്ന് നിർബന്ധം പറഞ്ഞ് ഉറക്കം വെച്ച് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവനാ പിശാച്. കാര്യം ഒരിക്കൽ പോലും നിന്റെ വാഗ്ദത്തം എത്തിയരുത്. കാരണം നിവൃത്തിയായാൽ നീ ഒരു തീരമെത്തും. നീ കിടന്നുറങ്ങുമ്പോഴും പുള്ളി ഉറക്കാച്ചിരുന്ന് ആവിചാരവും ചെയ്ത് മന്ത്രവാദവും ചെയ്ത് ക്ഷുദ്രപ്രയോഗവും ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് മെയിൽ അയച്ച് അവൻ്റെ പണി കൊടുക്കണം, അവൻ്റെ കൈ കിട്ടരുത് എന്ന് പറഞ്ഞ് അവൻ ഉറക്കളച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇല്ല, ഇല്ല, I
11:15. അതിന് വരുമ്പോൾ 11:15 അപ്പൊ ഒന്ന് ചൂട് പിടിച്ച് കേട്ടഴിഞ്ഞ് വന്ന ടൈം എടുക്കും. സാറില്ല, 4 മണി വരെ ഞാനിവിടെ നിന്നോളാം. എനിക്കാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്കിങ്ങനെ വരുവാണ്. എനിക്ക് ഈ സ്റ്റേജിൽ മാത്രമേ ഈ ലോകമുള്ളൂ. സത്യം, വേറെ ഒരു സ്റ്റേജിൽ ചെന്നാൽ ഞാൻ നല്ല കുട്ടിയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ആകെ പ്രശ്നമാണ്. സത്യമാണ്. എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ. അതാ ഈ സഭയുടെ അഭിഷേകം. കേട്ട് കെട്ടിയാലും എന്റെ വാഗ്ദത്തം നിറവേറാതെ പോകത്തില്ല. നീ എത്ര ഉസ്താദിനെ പോയി കണ്ടാലും, നീ എത്ര ജിന്നുമായി കൈ കൊടുത്താലും, നീ ഏത് മന്ത്രവാദിയുമായി ക്ലോസ് ആയാലും, ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ വിരുദ്ധം ചെയ്യുന്നു. ദൈവജനത്തിന്റെ വാഗ്ദത്തം നിറവേറാതെ പോകയില്ല. വിശ്വാസത്താൽ അവർ വാഗ്ദത്തം പ്രാപിച്ചു. വിശ്വാസം ഒരു ആയുധമാണ്. ആ ആയുധം വ്യാപരിക്കുന്നത് കൊണ്ടാണ് നീ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നത്. വിശ്വാസത്താൽ അവർ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. രണ്ടാം സങ്കീർത്തനത്തില് അഭിഷിക്തന് വിരോധമായി ജാതികൾ കൂട്ടം കൂടിയപ്പോ, രണ്ടാം സങ്കീർത്തനത്തിൽ ആ വചനം അപ്പോസ്തലന്മാർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ ആ വചനം എടുത്ത് കോട്ട് ചെയ്ത് ജാതികൾക്ക് അറിയിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത് അവന്റെ അഭിഷേകത്തിന് വിരോധമായി അവർ കൂട്ടുകൂടിയപ്പോ അടുത്ത ആൻസർ വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു, അവരെ പരിഹസിക്കുന്നു. അങ്ങനെ ആൻസർ വന്നേ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. അപ്പൊ ചിരിക്കാൻ പറ്റും കേട്ടോ. തമ്പുരാന് ചിരിക്കാൻ പുള്ളി ഉള്ളവർക്കും ചിരിക്കാം. പക്ഷെ പുള്ളിയുണ്ടെന്ന് ഉറപ്പുണ്ട്. എനിക്കിനെ കടിക്കാൻ കൊള്ളാത്ത സംഖ്യയിക്കാതെ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. അഭിഷിക്തന് വിരോധമായി കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ പദ്ധതി അത് ഇന്ത്യയിലാണെങ്കിലും സ്വർഗത്തിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. സ്വർഗത്തിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. പറഞ്ഞേ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ, രണ്ടാം സങ്കീർത്തനം 4-ാം വാക്യം, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അവരോട് പറ, കർത്താവിന് ചിരിക്കാൻ, ചിരിക്കാൻ, കർത്താവിന് ചിരിക്കാൻ, യോഗ്യം ചിരിക്കാൻ. നമുക്ക് വീട്ടിൽ ചിരിക്കുന്നവരാണ് നമ്മുടെ വീട് അത്ര സന്തോഷമായിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വീട്ടിൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. വീട്ടിൽ ചിരിക്കാൻ പറ്റിയ അതൊരു ഭാഗ്യമാണ്. പറഞ്ഞേ ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവൻ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ത്യയിൽ പീഡകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സകല അച്ചാച്ചന്മാരെ നോക്കി സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുകയാണ്. ഇതൊരായുധമാണ്. നിനക്ക് ചിരിക്കാൻ ഒക്കാത്ത രീതിയിൽ നിന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം, അവന്റെ സ്ട്രാറ്റജിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നീ കാണിച്ചു പിടിച്ച് ചിരിക്കണം. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 4-ൽ പൗലോസ് പറയും, നീ എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും എന്ന് പറഞ്ഞ്. ഫിലിപ്പി ലേഖനം എന്താണെന്ന് അറിയാമെങ്കിൽ ആ വചനത്തിന്റെ ആഴം അറിയാം. സന്തോഷിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നിന്നുകൊണ്ട് പുള്ളി പറയുക, സന്തോഷിപ്പിക്കും. എങ്ങനെ? എന്ന് സന്തോഷിക്കണം? എപ്പോഴും സന്തോഷിക്കും. പറ, എപ്പോഴും സന്തോഷിക്കും. നിങ്ങൾ പറ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും. അങ്ങനെ ഒരു ജയം ഒരു ദിവസം എടുക്കാമെങ്കിൽ പിന്നെ നിന്നെ തോപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, അവന്റെ ആനന്ദ തൈലം അവൻ നിന്റെ മേൽ പകരുക. എന്ത് തൈലമാണ്? പറ, ആനന്ദ തൈലം.
70 പേര് ഭൂതങ്ങളെ പുറത്താക്കി വരുമ്പോ ഭൂതം പുറത്തായി പോയെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ പറയുന്നു യേശു ആത്മാവിലാണ്. ഈ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. പിന്നെ സഭ എന്തിനാ ഇങ്ങനെ? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അത് എപ്പോഴാണെങ്കിലും സന്തോഷിക്കാൻ സമയമെടുക്കുക. നിന്റെ ചിരിക്കകത്തൊരു അഭിഷേകം. ഇങ്ങനെ മിണ്ടാണ്ടെങ്കിൽ നീ സന്തോഷിക്കും. നിന്റെ അനുഭവങ്ങളെല്ലാം ചവിട്ടിപ്പിടിച്ച് ആനന്ദിക്കും. പാട്ടുണ്ടല്ലോ, ആനന്ദത്തോടെ ആടും ഞാൻ കാലുകൾ. നീ ആനന്ദത്തോടെ ആടണം. പാമ്പല്ല ആടുന്നത്, നീയാണ്. ചിരിക്കുന്ന ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവ്, ചിരിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ, ചിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്ന മക്കൾ, ചിരിക്കുന്ന ആ മക്കളുടെ കൂടെ ജീവിക്കുന്ന അപ്പനും അമ്മ, വീടെല്ലാം വീടാണ്. സഹോദരങ്ങളെ, സന്തോഷിക്കും. ഒന്നുമില്ലാതിരുന്നപ്പോഴൊക്കെ സന്തോഷിച്ചവരല്ലേ? വാടക വീട്ടിൽ കിടന്നപ്പോൾ സന്തോഷിച്ചു, പിന്നെ സ്വന്തം വീട്ടിൽ കിടന്ന് എന്തിനാ പടം ഉണ്ടാക്കണം? വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ച് നേടിയില്ല. പിന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ പാടി പോയാൽ പോലെ പാടി ഈ സീ ഓഫ് ഗലീലി ക്രോസ് ചെയ്ത് കൂടെ വാഗ്ദത്തം പ്രാപിച്ചു. ആ വാക്യം മുസ്ലിം വിശ്വാസത അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടക്കി, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആരുടെ പേരാ ഓർമ്മ വരുന്നത്? സിംഹങ്ങളുടെ വായടച്ചെന്ന് പറയും സഹോദരൻ. അപ്പം പേരെഴുതിയ അത്ര ആൾക്കാർ പോരാ, ഇനി ആള് കിടക്കുക. സിംഹങ്ങളുടെ വായ അടച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു. വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചത് ദാനിയേലല്ലേ? വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു. വായ അടച്ചു. ഞാൻ ആത്മാവിലെ വചനം നിങ്ങളിലേക്ക് തരികയാണ്. നിങ്ങൾക്കെതിരെ എപ്പോഴും സിംഹവായു പോലെ നിൽക്കുന്ന ചിലതിന്റെ വായ അടപ്പിക്കാൻ പോകുക. ചിലരുടെ വാക്കുകൾ, ചിലരുടെ വായ സിംഹഗർജന പോലെയാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ മെന്റലി ഡൗൺ ആയി പോകും. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ആ വ്യക്തി നോർമൽ അല്ല, ഒരു പിശാച് ആ വ്യക്തിയിലുണ്ട്. വാക്ക് കേൾക്കുമ്പോഴേ ഡൗൺ ആവുകയാണ്. ചില വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾ ബലപ്പെടാറില്ലേ? നിങ്ങൾ ബലപ്പെടും, ധൈര്യപ്പെടും. ചിലർക്ക് എപ്പം നോക്കിയാലും കുറ്റങ്ങൾ മാത്രമേ കാണാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 99 പോസിറ്റീവ് കണ്ടാലും ഒരു നെഗറ്റീവിനെ അവരെ പിടിക്കരുത്. ആ വ്യക്തിയെ ശ്രദ്ധിച്ചോ, ആ വ്യക്തിയിൽ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും. ഒരു വ്യക്തി നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്താ പ്രശ്നം? തലവേദനയാണ് പ്രശ്നം. വളരെ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. അങ്ങനെ പറയണമെങ്കിൽ ഈ വ്യക്തിയിലൊരു പരിശുദ്ധാത്മാവിന്റെ സ്പർശനം വേണം. നിങ്ങൾക്കൊരു കോൾ ചെയ്തു, ഒരാൾ ഫോൺ ചെയ്തു, ആ വ്യക്തി പോസിറ്റീവായിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ ആ ഫോൺ റിസീവ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മനസ്സിടിക്കാമെന്ന പിശാച് നിന്നെ ക്യാൻസൽ ചെയ്യണം. ഞാൻ പണ്ട് മാവടിക്കട്ടത്തിലെ ഹോളിലൊക്കെ ഫാമിലി മീറ്റിംഗിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയുമായിരുന്നു, സർവശക്തനാകുന്ന ദൈവം സൃഷ്ടിപ്പ് നടത്തിയിട്ട് ഓരോ സൃഷ്ടി കഴിഞ്ഞിട്ട് പറയും നല്ലത്. എന്താ പറയുന്നത്? ഞാൻ ചർച്ചയിൽ പമ്പടിക്കണ്ടത്തിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചായ ഒരാൾ ഇട്ട് തരുമ്പോ മധുരം കുറവായിരിക്കാം, ഇല്ല ഇപ്പോഴാണ് മധുരം വേണ്ട. ഒരു ചായയുടെ കെയർ ഓഫിൽ നല്ലതെന്ന് പറയാൻ പറ്റിയാൽ എന്താ പറയുന്നത്? പറയാൻ ഒക്കത്തില്ല. അങ്ങനെ വരത്തില്ല. ആലോചിച്ചിട്ടേ ഉള്ളൂ. നീ ആലോചിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നല്ലത് ചായ ഇട്ട് ഭക്ഷണം വിളമ്പി തന്നു, നന്നായിരിക്കുന്നു എന്താ പറയണ്ടേ? ഭാര്യയോട് ഇപ്പം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പറയണം, അതൊരു സന്തോഷം.
നല്ല ഫുഡായിരുന്നു. പക്ഷെ നമ്മുടെ ഈഗോ അനുവദിക്കുകയല്ലോ. ഞാൻ ഹൗസ് ബാൻഡ് ഈസ് ഈക്വൽ ടു ഹസ്ബൻഡ്, റബ്ബർ ബാൻഡ്. എന്നെ പോലെ ഒരാളില്ല, എൻ്റെ അപ്പുറത്ത് ഒരാളില്ല. ഞാൻ മാർത്താണ്ഡവർമ്മയുടെ അനിയനാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കൊച്ചു വീട്ടിലെ വലിയ രാജാവ് അല്ല, പറയണം നല്ലതാണ്, നന്നായിരിക്കുന്നു. ആമേൻ. കര ഉയർത്തി പറ നല്ലത്. സിംഹങ്ങളെ വായടയ്ക്കാൻ പോകുകയാണ്. വിശ്വാസത്താൽ കര ഉയർത്തി പിടിച്ചു പറ വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. അടുത്ത വാക്ക് തീയുടെ ബലം കെടുത്തി. ഇപ്പൊ നിങ്ങളകത്തേക്ക് 3 പേരുടെ പേര് ഓടി വന്നു. ശദ്രക്, മേശക്, അബേദ്നെഗോ. അവർ തീയുടെ ബലം കെടുത്തി. ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത് വാളിന്റെ വായ്ക്ക് തെറ്റി. എനിക്കിത് പറയുന്ന ജഡ്ജസിലേക്ക് ഓടി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജഡ്ജസിലെ 2 പേരുടെയെങ്കിലും കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. വാളിന്റെ വായ്ക്ക് തെറ്റിയത് കൊണ്ടാണ് ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കാൻ കാര്യം എന്താണെന്നറിയാവോ? വാളിന്റെ വായ്ക്ക് തെറ്റിയത് കൊണ്ടാണ്. അവൻ ആഞ്ഞു വീശിയതാണ്. അവന്റെ പോരാട്ടങ്ങളും അവന്റെ യുദ്ധങ്ങളും ആഞ്ഞു വീശിയിട്ടും അനർത്ഥം നിന്റെ തലയ്ക്ക് മീതെ കടന്നുപോയിട്ടും നിന്നെ തൊടാതെ ഇന്ന് രാവിലെ നിന്നെ കയ്യിൽ വഹിച്ച് ഇവിടെ കൊണ്ടുവന്നതിന്റെ തെളിവാണ് ഇന്ന് പകലിവിടെ ഇരുന്ന് കരമടിച്ചാൽ അറിയിക്കുന്നതെങ്കിൽ ആ എഴുതിയിരിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ്. വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ക്ക് തെറ്റി. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ വരവ് വരെ വാളിന്റെ വായ്ക്ക് തെറ്റുന്നില്ല. എന്റെ ആത്മാവിൽ പ്രവചിക്കുകയാ. കണ്ണടയുന്നത് വരെ യേശുവിന്റെ വരവ് വരെ ആ വാളിന്റെ വായ്ക്ക് തെറ്റുന്നില്ല. വാളിന്റെ മൂലം നിന്റെ തൊടുകയില്ല. അഭിഷേകമുള്ളവരോട് ദൂത് പറയാൻ പോകുകയാ. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ കുന്തമൂല നിന്റെ ചങ്കിന് നേരെ വരുമ്പോ വിതിൻ സെക്കൻഡ് അവൻ എന്റെ തലയെ എന്നവന്റെ അഭിഷേകം ചെയ്തു എന്ന വചനം അവിടെ നിറവേറും. അഭിഷേകം എടുത്തു മാറ്റും. അഭിഷേകം നിന്നെ എടുത്തു മാറ്റും. അഭിഷേകം നിന്നെ എടുത്തു മാറ്റും. കേരളത്തിൽ, ഇന്ത്യയിൽ അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ കുന്തമൂല നിനക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ വിതിൻ സെക്കൻഡ് അഭിഷേകം നിന്നെ എടുത്തു മാറ്റും. You have anointing. നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. You are an anointed person. അഭിഷേകമുള്ളവൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദാവീദിനെ എടുത്തു മാറ്റിയതുപോലെ നിന്നെ എടുക്കുകയാ. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയതുപോലെ ആത്മാവ് നിന്നെ എടുത്തു മാറ്റുകയാ. എഴുതി വെച്ചോ. നിന്റെ വീടിന്റെ അടുത്തുള്ള ചില വീട്ടുകാർ നിന്റെ പ്രാർത്ഥന ചോദിച്ചു വരാൻ പോകുകയാ. എന്ന കാര്യം അറിയാമോ? നിനക്കെതിരെ ആഭിചാരം ചെയ്തും മന്ത്രവാദം ചെയ്തും കാശി മുടക്കി നിന്റെ തളർച്ചയും കാണാൻ വില മുടക്കിയിട്ട് അവസാനം അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോ അത് ആ വീട്ടിലേക്ക് തിരിച്ചു തന്നപ്പോ പരാജയപ്പെട്ടതറിഞ്ഞ് അവര് മനസ്സിലാക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടവിടെ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടവിടെ. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാതെ വേറെ ഒരു വഴിയില്ല. വരാൻ പോവാ യേശുവിന്റെ നാമത്താൽ. നിന്നെ വിളിക്കാൻ പോകുകയാ.
Gloria a Dios, gloria a Dios. Hasta la casa macha la casa la cama. Asaba taka da la raba cama shamba da kada da gasia. നിനക്കെതിരെ ചെയ്തു വെച്ചിട്ട് അവിടുത്തെ പ്രസാദവും വാങ്ങി അവിടുത്തെ അനുഗ്രഹവും വാങ്ങി ഭക്ഷണത്തിൽ മായവും കലർത്തി നിന്നെ ചതിക്കാൻ വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കി പലതും നിനക്ക് തന്ന് നിന്നെ മുടിക്കുക, നിന്റെ കുടുംബം ഇല്ലാതെയായി പോകുക, കിട്ടുന്ന വിലക്ക് വീട്ടിട്ട് ഓടിപ്പോകുക, നാട്ടിൽ നീ ഒന്നുമല്ലാതായി പോകുക. പിശാച് ആഗ്രഹിച്ച ചില വ്യക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുകയാണ്. കുടത്തിന്റെ അകത്ത് പന്തം തെളിയുന്ന സമയം വരാൻ പോകുകയാ. കുടത്തിന്റെ അകത്ത് പന്തം തെളിയുന്ന സമയം വരാൻ പോകുകയാ. കുടത്തിന്റെ അകത്ത് പന്തം തെളിയുന്ന സമയം വരുന്നു. അടുത്ത വാക്യം ഒരുമിച്ച് ചേർന്ന് പറയാൻ പോകുക. ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുക. അടുത്ത വാക്യം, അടുത്ത വാക്യം, അടുത്ത വാക്യം. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഓർക്കില്ല, സിംഹത്തിന്റെ വായ അടച്ചു എന്ന് പറഞ്ഞപ്പോ ദാനിയേൽ, തീയുടെ ബലം കെടുത്തി എന്ന് പറഞ്ഞപ്പോ ശദ്രക് മേശക് അബേദ്നെഗോ, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുവാ. ബലഹീനതയിൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ബലഹീനതയിൽ ഒരിക്കൽ കൂടി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ആരുടെ കാര്യം പറയണേ? എന്റെ കാര്യം പറയണേ, എന്റെ കാര്യം പറയണേ. എന്ന് വെച്ചാൽ തീയുടെ ബലം കെടുത്തിയ ശദ്രക്കും തീയുടെ ബലം കെടുത്തിയ മേശക്കും അബേദ്നെഗോവും ദാനിയേൽ സിംഹത്തിന്റെ വായ അടച്ചു. സെയിം കാറ്റഗറി. പ്രശ്നങ്ങളുടെ മുമ്പിൽ നീയും അവരും ഒരുപോലെയാണ്. സിംഹങ്ങളുടെ വായ അടച്ചതുപോലെ നിന്റെ വീട്ടിൽ വരുന്ന ബലഹീനതകളുടെ നടുവിൽ ശക്തി പ്രാപിച്ച് നീ ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോ തമ്പുരാൻ പറയും, എഴുതുന്ന ദാനിയേൽ പ്രവചന. ബലഹീനതയിൽ ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. അങ്ങനെ ചെയ്യണമെങ്കിൽ നിന്റെ പേരുടെ അഭിഷേകം എന്നാണെന്നറിയാമോ? നിന്റെ പവർ എന്നാണെന്നറിയാമോ? ചിലർ തിരിഞ്ഞു കൊത്തും, ചിലർ റിയാക്ട് ചെയ്യും. പക്ഷെ നീ ശക്തി പ്രാപിക്കും, നീ ശക്തി പ്രാപിക്കും. ഈ സഭ ശക്തി പ്രാപിക്കുന്ന സമയം, റിയാക്ട് ചെയ്യുന്ന സമയമല്ല, ശക്തി പ്രാപിക്കുന്ന സമയം. റിയാക്ട് ചെയ്യത്തില്ല നമ്മൾ, പക്ഷെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യും. സഭ അറ്റാക്ക് ചെയ്യാൻ പോയാ, ഇന്ത്യൻ പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ പോയാ, ഇന്ത്യൻ ഗോലിയാത്തിനെ അറ്റാക്ക് ചെയ്യാൻ പോയാ. അറ്റാക്ക് ചെയ്യുന്ന സഭ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് നമുക്ക് നമ്മോട് പോരാട്ടമുള്ളതെന്നാണോ നമുക്ക് പോരാട്ടമുള്ളതെന്നാണോ? പറ. അവിടെ ഇങ്ങോട്ടാണോ ഇവിടെ അങ്ങോട്ടാണോ? പറ. അവിടെ ഇങ്ങോട്ടാണോ ഇവിടെ അങ്ങോട്ടാണോ? എങ്കിൽ ഇവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യുന്ന സഭ, അറ്റാക്ക് ചെയ്യുന്ന അഭിഷേകം. വരുമ്പം തടയുന്നതല്ല സഭ, അവന്റെ പാളയത്തിൽ കയറി അടിക്കുന്നതാ സഭ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അവൻ ബ്ലോക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല സഭ. പ്രശ്നം വരുന്നു എന്ന് അറിയുമ്പോഴേ അവന്റെ പാളയത്തിൽ ചെന്ന് ആത്മാവിന്റെ ബോംബ് സ്ഫോടനമാകുന്നതാ സഭ. ഞങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഏറ്റവും കൂടുതൽ പിശാചിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ചില സ്ഥലത്ത് ദൈവം സമയം നടാൻ പോകുകയാണ്. ഏറ്റവും കൂടുതൽ പ്രോസിക്യൂഷൻ ഉള്ള UP-യിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, പമ്പാടി സഭയ്ക്ക് ബ്രാഞ്ച് ഉണ്ടാകാൻ പോകുകയാണ്. അറ്റാക്ക് ചെയ്യാൻ പോവാ, പ്രാർത്ഥന മുറിയിൽ അറ്റാക്ക് ചെയ്യാൻ പോവാ, വചന ധ്യാനത്തിൽ അറ്റാക്ക് ചെയ്യാൻ പോവാ. ബെഡ്റൂമിൽ നിന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒച്ച കേൾക്കാൻ കാര്യം in the name of Jesus. എന്താ കാര്യം? കത്തി, ഒരു വചനം തീ കത്തി. ഇരിക്കാം. ബലഹീനതയിൽ നല്ല
വൈരികൾ വന്നാൽ
മാത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഒരു വചനം പറഞ്ഞിട്ട് എഴുതി. 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ വായിച്ചു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയേ. ഈ ജഡ്ജസിലെ ചില ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ന്യായാധിപന്മാരെ ചിലരെ സെലക്ട് ചെയ്തതെല്ലാം ദൂതനാണ്. അനന്തരം അവരുടെ ദൂതൻ ജന്മഗിരിയോനെ കണ്ടു. ആമേൻ. ന്യായാധിപന്മാരെ ചിലരെ സെലക്ട് ചെയ്തതാരാ? ദൂതനാണ്. അപ്പോൾ ഫുൾ അതോറിറ്റി ദൈവം ദൂതനെ കൊടുത്തിട്ടേ പരിവേദത്തിന്റെ കീഴിൽ പോയി നിന്ന് അവിടെ കക്ഷി ഇപ്പം മെതിക്കാൻ പറ്റും. പുള്ളിയെ സെലക്ട് ചെയ്തു. ചുമ്മാ ഇരിക്കുന്ന ഒരാളെ ഇന്ന് വരെ സെലക്ട് ചെയ്തിട്ടില്ല. ഉത്സാഹികളെ സെലക്ട് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സെലക്ട് ചെയ്യും. നസറായനായ യേശു ഇങ്ങനെ ഗലീലയുടെ തീരത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ 2 മലയിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുക. അവരെ കൊള്ളാം. കാര്യം എന്നാ? കടലിൽ മീൻ പിടിക്കുന്നവർ അവരെ കരയ്ക്ക് മീൻ പിടിക്കാൻ കൊള്ളാം. ശരിയല്ല, കരയിൽ മീൻ പിടിക്കുന്നവരെ കൊള്ളാം. എന്തിന്? കരയ്ക്ക് മീൻ പിടിക്കാൻ. ഉടനെ അവരെ വിളിച്ച് വരാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ 2 പേരും കൊണ്ട് വല നന്നാക്കുക. കോൺസെൻട്രേഷനാണ്, ഭയങ്കര ശ്രദ്ധയാണ്. വല വീശണ പോലെയല്ല, വല നന്നാക്കണം. വല നന്നാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുക്കുമല്ലോ. വീശാൻ ഇത്ര ടൈം മതി. പക്ഷെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വീശാൻ അഭിഷേകമുള്ളവർ നന്നാക്കി ഇത് മൊത്തം കീറിപ്പോകും. ഒട്ടും സഹിഷ്ണുതയില്ലാത്തവന് വല നന്നാക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? അത്രയും ഭാഗം കട്ട് ചെയ്യും. കാരണം അവർക്കൊന്നും നേരെയില്ല. ഉടക്കി കിടക്കുന്നെല്ലാം എടുത്ത് പിടിക്കാനോ കമ്പ് കുരുങ്ങിയതല്ലോ ഒറ്റ വലി കഴിയുമോ? ഈ പലരും വീശാനുള്ളവർ നന്നാക്കാൻ പോയത് ഇതെല്ലാം കീറാൻ കാര്യം. അല്ലെങ്കിൽ എന്ത് സഹിഷ്ണുത! ജോബിന്റെ സഹിഷ്ണുത നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. അതാണ് വചനത്തിൽ വായിക്കുന്നത്. സഹിഷ്ണുതയുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിക്കുന്നേ. സഹിഷ്ണുതയുണ്ടെങ്കിൽ ഇരട്ടി തമ്പുരാൻ വീട്ടിൽ കൊണ്ട് തരും. കാട്ടത്തിപ്പഴം പൊറുക്കിക്കൊണ്ട് നടന്നവനെ കണ്ടപ്പോൾ കൊള്ളാം, എന്റെ പ്രവചനം അവനെ ഏൽപ്പിക്കാൻ കൊള്ളാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉത്സാഹികളായിരിക്കുക. ഇതൊരു പരാക്രമശാലിയെ യഹോവ നിന്റെ മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം വളരെ പെട്ടെന്ന് തുറക്കുക. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം 1:22. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള 6:12 ന്യായാധിപന്മാരുടെ പുസ്തകം 6:12. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷത്തിൽ വായിച്ചത് എന്താണ്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനോട് ദൈവം പറയുന്നത് ഇമ്മാനുവേൽ. പറഞ്ഞ ഇമ്മാനുവേൽ. ഒന്നോട് പറ. ഗിദെയോനോട് ദൈവം പ്രവചനാത്മാവിൽ ദൂതൻ പറയുന്നത് യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഇമ്മാനുവേൽ എന്ന വേടിന്റെ അർത്ഥം തന്നെ യഹോവ നമ്മോട് കൂടെ. അപ്പൊ പഴയ നിയമത്തിൽ തുടങ്ങി വെക്കുക, നിഴലിൽ തുടങ്ങുക, പൊരുളിലേക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് യെശയ്യ 53:1 വായിക്കുന്നത് ഞങ്ങൾ കേൾപ്പിച്ചതാൽ വിശ്വസിക്കും. യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കും. ന്യായാധിപന്മാർ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കേൾപ്പിക്കുകയാ. ക്രിസ്തുവിനെ കേൾപ്പിക്കുകയാ. മത്തായി സുവിശേഷം മുതൽ ക്രിസ്തു വെളിപ്പെടുകയാ. പഴയ നിയമം കേൾപ്പിച്ച ക്രിസ്തു, പുതിയ നിയമം വെളിപ്പെട്ട ക്രിസ്തു. ഇന്ന് രാവിലെ സഭ ഇവിടെ ഇരിക്കുന്നത് കേൾപ്പിച്ച ക്രിസ്തുവിന്റെ മുമ്പിലല്ല, വെളിപ്പെട്ട ക്രിസ്തുവിന്റെ മുമ്പിലാണ്. ലേഖനത്തിൽ പൗലോസ് പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വാസം ചെയ്യുകയാ. യേശു എന്റെ ഉള്ളിൽ. യേശു എന്റെ ഉള്ളിൽ. എന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇമ്മാനുവേൽ. കരമുയർത്തി പറ, ഇമ്മാനുവേൽ. ഹല്ലേലൂയ. ഇനി ഗിദെയോനെ കുറിച്ച് ഒത്തിരി വിശദീകരണങ്ങളൊന്നും ഞാൻ തരുന്നില്ല. 2 കാര്യം മാത്രം പ്രവചനാത്മാവിൽ നിങ്ങളോട് പറയാൻ പോകുകയാ. ഈ ഓരോരുത്തരെ ദൈവം അഭിഷേകം ചെയ്തത് പഴയ നിയമത്തിൽ ഓരോ ശത്രുവിന്റെ പാളയത്തെ തകർക്കാൻ വേണ്ടിയാ. ചിലർക്ക് അമാലേക്കിനായിരിക്കാം, ചിലർക്ക് മിദ്യാന്യനായിരിക്കാം, ചിലർക്ക് കനാന്യനായിരിക്കാം, ചിലർക്ക് യെബൂസ്യനായിരിക്കാം, ചിലർക്ക് ഫെലിസ്ത്യനായിരിക്കാം. ഓരോ പൈശാചിക ഏറിയകളെ തകർക്കാൻ വേണ്ടി ദൈവം ഓരോ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ച് അഭിഷേകം ചെയ്യുകയാണ്. പഴയ നിയമത്തിന്റെ ഓരോ ഏടും പരിശോധിച്ചാൽ അവർക്ക്
അവർക്കെതിരെ ഒരു ഒപ്പോസിഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പുറത്ത് ഒറ്റയാനപ്പോൾ നിൽക്കുകയാ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, ഓരോ വീരന്മാരും. ഇവിടെ മിദ്യാന്യ ശക്തിയാണ് ഗിദെയോന് എതിരെ നിൽക്കുന്നത്. ബൈബിൾ പറയുന്നു രണ്ട് കാര്യം. ഒരിക്കൽ രാത്രി ഗിദെയോൻ ഇങ്ങനെ ചെല്ലുമ്പോൾ അവൻ വേറൊരുവനോട് കണ്ട സ്വപ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്വപ്നം എന്നറിയാമോ? ഒരു വലിയ യവത്തപ്പം ഇങ്ങനെ ഉരുണ്ട് മിദ്യാന്യ പാളയത്തിലേക്ക് എന്ന് ഇടിക്കുന്നു. ഇടിച്ചിട്ട് അത് മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്നു. ഞാനേ ഇന്നലെ രാത്രി കണ്ട സ്വപ്നമാണ്. അവിടെ കേട്ടവൻ പറയുക, ഞാനേ അത് വ്യാഖ്യാനിക്കാം. ആ ഉരുണ്ടുപോയ യവത്തപ്പം ഗിദെയോനല്ലാതെ വേറെ ആരുമല്ല. ഇത് കേട്ടപ്പോഴേ ഗിദെയോന് എനർജിയായി. അങ്ങനെയാണ് മിദ്യാന്റെ കയ്യിൽ എന്റെ നാട്ടിലെ ഒരു വെള്ളവും പോകാതിരിക്കാൻ ഞാൻ എന്ന യവത്തപ്പം ഉരുളാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ നോക്കി പ്രവചിക്കുകയാണ്. നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില പാളയത്തിന്റെ അകത്ത് സ്വപ്നം കൊടുത്തിട്ട് നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ദൂത് 300 പേരെ ഗിദെയോൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ കയ്യിൽ 3 കാര്യം കൊടുത്തു. ഒന്ന് കുടം, മറ്റൊന്ന് പന്തം, മറ്റൊന്ന് കാഹളം. ഇത് 3 കൂടി അവരുടെ കയ്യിൽ കൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 300-ന് പ്രാധാന്യമുണ്ട്. സാംസനെ കുറിച്ച് വഹിക്കുന്നത് 300 കുറുക്കന്മാരെ ശിംശോൻ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് 2 കുറുക്കന്മാരുടെ വാല് ചേർത്ത് കെട്ടി വാലിന്റെ ഇടയിൽ ഒരു പന്തം. ഇവിടെ 300 വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഗിദെയോൻ കയ്യിൽ കുടം കൊടുത്തു, കുടത്തിന്റെ അകത്ത് പന്തം കൊടുത്തു, പിന്നെ കയ്യിൽ കാഹളം കൊടുത്തു. ശ്രദ്ധിക്കൂ, പഴയ നിയമത്തിൽ 300-ന് പ്രാധാന്യം, പുതിയ നിയമത്തിൽ 3000-ന് പ്രാധാന്യം. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ടെങ്കിൽ പാമ്പാടി സഭയുടെ വ്യക്തികളുടെ എണ്ണം എടുക്കുമ്പോൾ 3000-ഓളം ആകത്തക്കവണ്ണം ഒരു ഉണർവ് സഭയിൽ സംഭവിക്കുമെന്ന് ആത്മാവിൽ പ്രവചിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറയുക. ബൈബിൾ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, ഈ അത്യന്ത ശക്തി ചേർന്ന് പറ, ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടിയതിന് ഈ പന്തം ഞാനെന്ന കുടത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. പറയുന്നത് ഗിദെയോന്റെ കയ്യിൽ അവർക്ക് കുടം കൊടുത്തിട്ട് കുടത്തിന്റെ അകത്ത് പന്തം. പറ, കുടത്തിന്റെ അകത്ത് പന്തം. ഒന്നുകൂടെ പറ, കുടത്തിന്റെ അകത്ത് പന്തം. കുടത്തിന്റെ അകത്ത് പന്തം. മൺപാത്രത്തിന്റെ അകത്ത് തീയുള്ളവർക്കായി സ്തോത്രം. ഈ സഭ തീയുടെ സഭയാണ്. ഇവിടുത്തെ അഭിഷിക്തന്മാർ തീയുടെ അഭിഷിക്തന്മാരാണ്. ഇവിടെ അന്യഭാഷ പറയുന്നവരുടെ അന്യഭാഷ അഗ്നിയുടെ ഭാഷയാണ്. കുടത്തിനകത്ത് പന്തം ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ പ്രവചിക്കുന്നു, ഈ കത്താൻ പോകുകയാ, ഈ കത്താൻ പോകുകയാ, നിന്റെ അഭിഷേകം കത്താൻ പോകുകയാ, നിന്റെ മിനിസ്ട്രി തീയാകാൻ പോകുകയാ, ഈ സഭയിലേക്ക് ഒരു ഫയർ അയക്കാൻ പോകുകയാ. ഞാൻ ആത്മാവിൽ അറിയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം സംസാരിക്കുന്ന സംസാരങ്ങളും ദൈവം കാണിക്കുന്ന കാഴ്ചകളും ചേർത്ത് വെച്ച് ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുകയാ. ചിലർ നടന്നു പോകുമ്പോൾ തീ വെളിപ്പെടാൻ പോകുകയാ. ചിലർ കൈവെക്കുമ്പോൾ തീയുടെ പവർ വെളിപ്പെടാൻ പോകുകയാ. നിന്റെ അകത്ത്, നിന്റെ കുടത്തിന്റെ അകത്ത് ഒരു പന്തം തെളിയുന്നുണ്ട്. സമയം വരും. കോടം ഉടച്ചേക്കണം. കോടം ഉടയ്ക്കാതെ പന്തം തെളിയുകയില്ല. വരാറായി. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, കുടം ഉടച്ച് പന്തം തെളിയുന്ന ഒരു സമയം വരാൻ പോവുകയാ. എത്ര പേർ പ്രയാണെടുത്ത് കഴിഞ്ഞു? മതി. ഈ മന്ദിരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ട് ഈ മന്ദിരത്തിലെ പന്തം തെളിയാൻ പോവുകയാ. പ്രവചിക്കുന്നു, രോഗം കൊണ്ട് നിന്റെ കൂടെ മുടക്കാൻ പിശാച് തീരുമാനിച്ച അവൻ പന്തം പുറത്തു വരും. പന്തം തെളിയും. പ്രശ്നങ്ങൾ കൊണ്ട് നിന്റെ കൂടെ മുടക്കാൻ പിശാച് തീരുമാനിച്ചാൽ അകത്തെ പന്തം പുറത്തു വരും. അകത്തെ തീ പുറത്തു വരാം. ശരീരം ബലഹീന, പക്ഷേ ആത്മാവ് ഒരുക്കമുള്ളത്. ഞാൻ പ്രവചിക്കുന്നു, ഈ സഭയ്ക്കകത്തുനിന്ന് തീയുള്ളതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്
തീയുള്ളതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് ദൈവം. തീയുള്ളവർക്ക് ചിലത് ചെയ്യാൻ കഴിയും. തീയുള്ളവർക്ക് മിനിസ് ചെയ്യാൻ കഴിയും. തീയുള്ളവർക്ക് മിഥ്യാന്യ പാളയത്തിൽ ഇരച്ചു കയറാൻ കഴിയും. തീയുള്ള നീ ഒരു അവത്തപ്പം പോലെ ഉരുണ്ടു പോകാൻ പോകുകയാ. സഹോദരി, രാത്രി നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീട്ടുമുറ്റത്തേക്ക് പിശാച് നീങ്ങി വരാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഏറിയായി വന്നപ്പോഴേ നിന്റെ വീട്ടിലെ തീ അവന് മനസ്സിലായ അവൻ അറിയാം അടുക്കാനൊക്കത്തില്ല. ഈ വീട്ടിൽ അന്യഭാഷ പറയുമ്പോ, നീ ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോ, സഹോദരി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരുന്നപ്പോ നീ അന്യഭാഷയിലല്ലേ സംസാരിച്ചേ? നീ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ പോലും അറിയാതെ ഒരു തീ നിന്റെ വീടിന്റെ അകത്തുനിന്ന് കത്തി ഉയർന്നു. പ്രാർത്ഥിക്കാൻ പോവാ. ഷാഹിബ അംബലാബ ഹസ്തരാജ അംബലക്ഷം ബദ്ധരാജം കാലകക്ഷം ശതലാബ ഹസ്തലാബ ഹംദലാബ. ഒരു വ്യക്തിയുടെ മേൽ ഇത്രയും അഭിഷേകം ദൈവം പകരുമോ എന്ന് ചിലരെ കുറിച്ച് ചോദിക്കാൻ പോകുകയാ. ഒരു വ്യക്തിയുടെ മേൽ ദൈവം ഇത്രയും അഭിഷേകം പകരുമോ എന്ന് ചിലരെ കുറിച്ച് ചോദിക്കാൻ പോകുകയാ. ഒരു വ്യക്തിയുടെ മേൽ ദൈവം ഇത്രയും അഭിഷേകം പകരുമോ എന്ന് ദൈവം ചിലരെ കൊണ്ട് ചോദിപ്പിക്കാൻ പോകുകയാ. ഒരു വ്യക്തിയുടെ മേൽ ഇത്രയും അഭിഷേകം ദൈവം പകരുമോ എന്ന് ദൈവം ചിലരെ കൊണ്ട് ചോദിപ്പിക്കാൻ പോകുകയാ. ഒരു വ്യക്തിയുടെ മേൽ ദൈവം ഒരു വ്യക്തിയുടെ മേൽ ദൈവം എത്ര അഭിഷേകം പകരുമോ എന്ന് ചോദിപ്പിക്കാൻ പോകുകയാ. നിന്റെ കുടത്തിലെ പാത്രം തെളിയാൻ പോകുകയാ. നിന്റെ കുടത്തിലെ പാത്രം തെളിയാൻ പോകുകയാ. നീ ഒരു തീയായി മാറാൻ പോകുക. തീ കനൽ പോലെ നീ ചെല്ലുന്നിടത്ത് കാത്തു, നീ പോകുന്നിടത്ത് കാത്തു. കാരണം യൂറോപ്പിനെ കത്തിക്കാൻ ദൈവം നിന്റെ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. നീ യൂറോപ്പിൽ ഒരു ചർച്ച് നടത്തുന്നവരായി മാറും. നിനക്ക് അവിടെ ഒരു സഭയുണ്ടായിരിക്കും. ആത്മാവിനോട് പ്രവചിക്കുന്നു. ഇംഗ്ലീഷുകാർ നിന്റെ ചർച്ചിന്റെ അകത്ത് മെമ്പേഴ്സ് ആകും. അതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കാൻ ഇവിടെ ഈ തീക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ഈ തീരുമായി ഞാൻ നിന്നെ മറ്റൊരു രാജ്യത്ത് പഴയ കോട്ടകളുള്ള ഒരു രാജ്യം, പഴയ കോട്ടകളുടെ ശേഷിപ്പുള്ള രാജ്യം ദൈവം നിന്നെ വെളിപ്പെടുത്തി തരും. പഴമകൾ ഒത്തിരിയുള്ള രാജ്യം
പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിന്റെ ദൂതന്മാരുടെ ചെറുകളുടെ ശബ്ദം എന്റെ ആലയത്തിൽ കേൾക്കാം. For your name, greatly to be praised. You are holy. You are holy. സൈന്യമുള്ള ദൈവമായ യഹോവേ, You are holy. നീ പരിശുദ്ധനാകുന്നു. ദൂതന്മാരുടെ വാക്കാണ്, നീ പരിശുദ്ധനാകുന്നു. You are holy. Lord, you are holy. You are holy, Lord. You are holy. You are holy. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരാളെ തീ തൊടാൻ പോവാ. ഞാൻ വിജയം നോക്കി പ്രവചിക്കുന്നു, നീ ആത്മാവിന്റെ തീ പിടിക്കാൻ പോവാ. ശരീര തീ അല്ല, ആത്മാവിന്റെ തീ പിടിക്കാൻ പോവാ. ആത്മാവിന്റെ തീ പിടിച്ചാൽ ആൺമാറാട്ടം നടക്കുന്ന പോലെ ഡിഫറൻസ്, ഭയങ്കര വ്യത്യസ്തയായി നീ